ഇതാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. എന്താണ് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ? ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഒന്ന് കണ്ടോക്കി. ഇതിൽ ഭയങ്കര രസമുണ്ട്. രീതിയിലാണ് തുടങ്ങിയത്. ഇന്ന് കൊല്ലം ജില്ലയുടെ എല്ലാ മുക്കുമുക്കിലകളിലും വഹാബ് അയക്കൽ എന്ന ഒരു നാമകരണമുണ്ട്. കയ്യടിച്ച് വഹാബ് ആയത്തിൽ എന്ന് പറയുമ്പോൾ കയ്യടിച്ച് വലിയ ചാറ്റി പ്രവർത്തകനാണ് കൊല്ലം ജില്ലയിൽ എല്ലാവരും അറിയുന്നത്. പിന്നെ എന്തിനാണ് ഈ വക്കീലും ഫിറോസൊക്കെ കൊല്ലം ജില്ലയിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കേട്ടോ. എന്റെ സംശയമാണ് കേട്ടോ, മറ്റുള്ളവരുടെ സംശയമല്ല, എന്റെ സംശയമാണ്. ഇനി ഇയാൾ പറയുന്ന ഒരു കാര്യം നോക്കണം. ഇന്നേ വരെ കേരളത്തിൽ ഒരാൾ ചെയ്യാത്ത ഒരു കാര്യം ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടോക്കി. എല്ലാ തരത്തിലും എന്റെ കൊല്ലം ജില്ലയിലേക്ക് ഏത് സ്റ്റേഷനിലാണോ ഏത് പോലീസ് ഓഫീസർ വന്നാലും ജീവകാരുണ്യ പ്രവർത്തനം പഠിപ്പിച്ച് ആ ജില്ലയിൽ നിന്ന് പോകാറുണ്ട്. പോലീസുമാർക്കും ജീവകാരുണ്യം പഠിപ്പിച്ചു കൊടുക്കും. എന്തേ ഫിറോസ് കുന്നംപറമ്പിലും അഡ്വക്കേറ്റ് ഷമീർ കുന്നംപറമ്പിലും നിങ്ങളെ നാട്ടിലും പോലീസുകാരില്ലേ? നിങ്ങളെന്തേ പഠിപ്പിച്ചു കൊടുക്കാത്തത്? നിങ്ങളെന്താ ഈ നാട്ടിൽ വരുന്ന പോലീസുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത്? ഈ ഒരു ചങ്ങായി, ഒരു റിക്ഷ വലിക്കുന്ന ഒരു ചങ്ങായി ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്കിതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂലേ? ഞാൻ ചോദിക്കുക ഫിറോസ് കുന്നംപറമ്പിനോടും അഡ്വക്കേറ്റ് ഷമീർ കുന്നംപറമ്പിനോടും. കാരണം ചാറ്റി മേഖലയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന 2 പേര് എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ചോദിക്കാണ്. നിങ്ങൾക്കെന്തേ നിങ്ങളെ നാട്ടിൽ വരുന്ന പോലീസുകാർക്ക് ചാറ്റി മേഖല പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തൂടെ? കേൾക്കി. അതുപോലെ വാർഡ് മെമ്പർമാർ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പേപ്പറുകൾ മാറ്റി വെക്കുകയാണെങ്കിൽ ആ മേഖലയിലേക്ക് ഞാൻ കടന്നു ചെന്നിരിക്കും. ഇനിയിപ്പോ കൊല്ലം ജില്ലയില് അവന്റെ വാർഡിലുള്ള ഒരാൾക്കും ഒന്നും കിട്ടാതിരിക്കൂല കേട്ടോ. കാരണം ഈ വഹാബ് ആയത്തിൽ എന്ന് പറയുന്ന ചങ്ങായി ആ കൊല്ലം ജില്ലയിലുണ്ട്. ഇവൻ ആ ഒരു പഞ്ചായത്തിൽ കയറി ചെന്നിട്ട് ഇവൻക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവൻ ചെയ്യും. ഒന്ന് കേട്ടോക്കി. ഇനിയിപ്പം ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഉണ്ട് കേട്ടോ. അതൊന്ന് കാണണ്ടേ നമുക്ക്? അതൊന്ന് കേൾക്കണ്ടേ? 66 വിളിച്ചാൽ പോയിരിക്കും. കാരണം എന്റെ ഓഫീസ് എന്റെ മൊബൈലാണ്. ഞാൻ കമ്പോളത്തിലാണ് യോജിച്ചത്. അവിടെ ഒട്ടനവധി ആളുകൾ വരാറുണ്ട്. പള്ളികളുടെ മുമ്പിലേക്ക് വരാറുണ്ട്. അമ്പലത്തിന്റെ മേഖലയിൽ വരാറുണ്ട്. 66ഓളം നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ കഴിഞ്ഞു. കയ്യടിച്ച് കണ്ടോ? 66 പെൺകുട്ടികളുടെ വിവാഹം ഈ ചങ്ങായി നടത്തി കൊടുത്തു കൊല്ലം ജില്ലയിൽ. ജമാൽക്ക് എവിടെ? ജമാൽക്ക് എന്റെ ലൈവ് കാണുന്നുണ്ടോ? ജമാൽക്ക് അടക്കം ഈ പറയുന്ന കൊല്ലം ജില്ലയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും ഓല് ചെയ്യാത്ത ഒരു കാര്യം ഈ വഹാബ് ആയത്തിൽ എന്ന് പറയുന്ന ചങ്ങായി ചെയ്തു കൊടുത്ത് 66 കുട്ടികളുടെ വിവാഹം. 66 കേട്ടോ, 6 മറക്കണ്ട, 66 കുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്ത്. എന്തേ വക്കീലെ ഫിറോസ് കുന്നംപറമ്പിൽ നിങ്ങൾ എത്ര കുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്ന ആളല്ലേ. എന്നിട്ട് ഇവൻ അവിടെ ഉണ്ടാവുമ്പോ ഇവനെപ്പോലത്തെ ഒരു നന്മ ചെയ്യുന്ന, ഇവനെപ്പോലെ ഫണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളുണ്ടായിട്ട് നിങ്ങളെപ്പോലത്തെ ആളുകൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പറഞ്ഞു തരി, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക. കേൾക്കി. ഒന്നും നോക്കൂല. മുന്നിലേക്ക് എന്ത് പ്രയാസമാണോ വരുന്നത്? ആരംഭപ്പുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഒട്ടനവധി ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. ബിജെപിക്കാരായാലും ലീഗുകാരായാലും. പേരിന് ഇടതുപക്ഷക്കാരനാണ് എങ്കിലും അവിടെ എന്റെ ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ മതമില്ല, സ്വന്തമായിട്ട് ഗ്രൂപ്പുണ്ട്, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതിന് മറ്റൊരു ഫോർവേഡ് മെസ്സേജ് കൊണ്ടുവരാൻ പാടില്ല. കണ്ടില്ലേ? അതുപോലെ ബ്ലഡ് 66 കുട്ടികളുടെ വിവാഹം നടത്തിയ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള കൊല്ലം ജില്ല, ആ കൊല്ലം ജില്ലയിൽ 66 കുടുംബങ്ങൾക്ക് വിവാഹം നടത്തി കൊടുത്ത, പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുത്ത ഒരാള് കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ട് എന്തേ നിങ്ങളൊന്നും ഈ നന്മ മനസ്സ് കാണാതെ പോയത്?